ഹലോ ഗേസ്, നമുക്ക് വട്ടവടയ്ക്ക് പോകുന്ന കാഴ്ചകൾ ഇനി കാണാം. KSRTC കയറി കണ്ടക്ടർ തൊട്ടടുത്തുള്ള സീറ്റിൽ തന്നെ കയറിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്ത്യൻ മഹാട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പിന്നെ ഈ ബസ്സുകളുണ്ടല്ലോ, കംപ്ലീറ്റ്ലി എന്താ വെച്ചാൽ ഹിന്ദിക്കാരാ. ഹിന്ദി, തമിഴ്, അങ്ങനെ വടക്കേന്ത്യക്കാർ മാത്രമേ ഉള്ളൂ. കേരളക്കാർ കുറവാ. അതെന്തായാലും കോമഡിയാ. നമുക്ക് കണ്ടക്ടർ സീറ്റിലിന്റെ അടുത്തായതുകൊണ്ട് തന്നെ ഡ്രൈവറിന്റെ തൊട്ടടുത്താണ്, നല്ല വ്യൂ കിട്ടും. ഡ്രൈവർ ഇപ്പൊ കയറി 8:45 വണ്ടി എടുക്കുവേ. ബസ് എന്തായാലും ഇപ്പൊ എടുക്കും. കണ്ടക്ടർ എന്താ ചോദിച്ചാല് എല്ലാരും ഡീറ്റെയിൽസ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ബസ് ഇപ്പൊ 8:45 എടുക്കും. ഈ പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് ബൊട്ടാനിക് ഗാർഡൻ. അപ്പോൾ ഓൾറെഡി ബൊട്ടാനിക് ഗാർഡൻ, മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിന്റ്, കുണ്ടള ഡാം, ടോപ്പ് സ്റ്റേഷൻ, പാമ്പുംപാടം ചോള, വട്ടവട, കൊവിലൂർ, ജീപ്പ് ട്രക്കിങ്ങിനും ബൊട്ടാനിക് ഗാർഡനിലാണ് ആകെ പൈസ ആകുന്നത്. ബാക്കിയെല്ലാം നമുക്ക് എൻട്രി ഫ്രീ ആണ്. ബസ്സിൽ കണ്ടക്ടറൊന്നും ഡ്രൈവറൊന്നും ഇല്ല, ഒറ്റയാളുള്ളൂ കേട്ടോ. കണ്ടക്ടറും ഡ്രൈവറിനും എല്ലാത്തിനും കൂടെ ഒരാളേ ഉള്ളൂ. ആളിപ്പോൾ വണ്ടി എടുക്കും. അങ്ങനെ ഡ്രൈവർ വണ്ടി എടുത്തു. മൂപ്പരാണെന്ന് നമ്മുടെ ഡ്രൈവറും കണ്ടക്ടറൊക്കെ ഒരാൾ തന്നെയാണ്. ഇപ്പോൾ വണ്ടി എടുത്തു. ഇപ്പോൾ നമ്മൾ പോവാണ്. ഗേസ്, അങ്ങനെ നമ്മൾ മൂന്നാറിൻ്റെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ പൊക്കോണ്ടിരിക്കുക. എന്നാൽ എന്നെ ഭംഗിയല്ലേ കാണാൻ റോഡിൻ്റെ രണ്ട് സൈഡും. ശരിക്കും പറയാം, ഈ തേയിലത്തോട്ടം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഗ്രൗണ്ടല്ലേ, ക്രിക്കറ്റ് ഗ്രൗണ്ടോ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ഒക്കെ മൈതാനം പോലെയില്ലേ. അതായത് ആകാശ വ്യൂ കാണുമ്പോൾ, സൈഡിൽ നിന്ന് കാണുമ്പോൾ അല്ല, ആകാശ വ്യൂ കാണുമ്പോൾ അങ്ങനെ ഒരു മൈതാനം പോലെ കിടപ്പില്ലേ. ചെറിയ വഴിയാണ്, പക്ഷെ തേയിലത്തോട്ടം കാണാൻ നല്ല ഭംഗിയുണ്ട് താനും. ചെറിയ വഴിയാണെങ്കിൽ കുഴപ്പമില്ല. എന്താ വെച്ചാൽ സൈഡ് എന്താ ചോദിച്ചാൽ അത്യാവശ്യം വീതിയുണ്ട്. ചെറുതാണേലും ഒരു വണ്ടിക്ക് പോകാൻ സൈഡൊക്കെ ഉണ്ട്. ഇന്നത്തെ ക്ലൈമറ്റ് എന്തായാലും നല്ല ക്ലൈമറ്റ്, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ചില ദിവസങ്ങളിൽ കൂടെ ഭയങ്കര മഴയായി കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ഒരു രസം ഉണ്ടാവില്ല. കാര്യം എന്താ ചോദിച്ചാൽ മൂടൽമഞ്ഞായിരിക്കും, മിസ്റ്റ് കാരണം നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇന്നെന്തായാലും നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റി. അമ്പാ, ഈ ഏരിയയിലേക്ക് വന്നാൽ തന്നെ തേയിലത്തോടിൻ്റെ ഒക്കെ നിറം മാറി, അടിപൊളിയായല്ലോ. ഇയാൾ സമ്മതിക്കണം കേട്ടോ, വേറെ കണ്ടക്ടറും ഇല്ല ഡ്രൈവറും ഇല്ല. അതായത് പുള്ളി ഒറ്റയ്ക്ക് തന്നെയാണ് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് ഈ ചെറിയ റോഡിൽ കൂടെ. എന്തായാലും റോഡ് ചെറുതാണേലും ഇങ്ങേർക്ക് ഡ്രൈവറിന് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഇതായാലും എടുത്തുകൊണ്ട് പോകുന്നത്. നല്ല വ്യൂ ആട്ടോ, നല്ല രണ്ട് സൈഡും നല്ല വ്യൂ ആണ്. ഇതെന്താ വെച്ചാൽ നല്ല ലോങ് സൈഡിൽ തന്നെ വ്യൂ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഏതോ ഓട്ടോറിക്ഷയാണല്ലോ, തമിഴ്നാട് ഓട്ടോറിക്ഷയോ കേരള ഓട്ടോറിക്ഷയോ? ഓട്ടോറിക്ഷ നമുക്ക് സൈഡും തരുന്നില്ല. സൈഡ് തരാൻ പറ. സൈഡ് തരാതെ ഫ്രണ്ടിൽ കയറി കളിച്ചോണ്ടിരിക്കുക. അത് അടുത്ത ഓട്ടോറിക്ഷ. ആ ബൈക്കാർ മുമ്പ് കയറിപ്പോയല്ലോ. ഡ്രൈവർ നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നല്ല വ്യൂ ആട്ടോ, നല്ല ഇതുണ്ടല്ലോ, നല്ല ലോങ് സൈറ്റ് കാണാൻ പറ്റുന്നുണ്ട് ആ സ്ഥലങ്ങളെല്ലാം. ഈ തേയില ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് താനും, അത് ലോങ് സൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ചുറ്റും കടയാണല്ലോ. ഇതെന്താ ഇവിടെ എത്ര കട, ആൾക്കാരെ കൂടിയിട്ടുണ്ടല്ലോ. ഈ തേയില കാണുന്ന ആൾക്കാരാണോ? ഇവിടെ പിന്നെ വേറെ ടാറ്റയുടെ ഇതുണ്ട് കേട്ടോ. ടാറ്റയുടെ തേയിലത്തോട്ടം ഉണ്ട്. നമ്മുടെ ടാറ്റയുടെ ഏക്കർ കണക്കിന് തേയിലത്തോട്ടമുണ്ട്. ഈ ടാറ്റയ്ക്ക് എന്തെല്ലാം ബിസിനസ് അല്ലേ. തേയില, സ്വർണം, വണ്ടി, അത് ഇത്. ടാറ്റയ്ക്ക് ഇല്ലാത്ത ബിസിനസ് ഈ ലോകത്തില്ല. അവർക്ക് എല്ലാത്തരം ബിസിനസ്സും ഉണ്ട്. ഇതുകൊണ്ട് ടാറ്റ കൊള്ളാം, അടിപൊളി. ഇപ്പം ടാറ്റയുടെ തന്നെ ഒരു തേയില ഇവിടെ ഇറക്കുന്നുണ്ട്. ടാറ്റയുടെ തന്നെ ഒരു, അതായത് ടാറ്റ എന്നുള്ള പേരില്ല ഇറക്കുന്നത്, ഒരു വേറെ പേര് ഇറക്കുന്നത്. എന്ത് പേര് ഞാൻ മറന്നുപോയി കറക്റ്റായിട്ട്. അത് ആ ബോർഡിലാ കൊടുത്തേക്കെന്ന് എനിക്ക് തോന്നുന്നു. ആ കണ്ടോ, അവിടെ നേരെ സ്ട്രേറ്റ് കണ്ടോ ഒരു ബോർഡ് കണ്ടോ? ഇത് ടാറ്റയുടെ തേയിലയുടെ ബോർഡാണ് അത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് പർപ്പിളോ അങ്ങനെ എന്താണ് ടാറ്റയുടെ തേയിലേൻ്റെ ഇത്. ടാറ്റ എന്തായാലും കൊള്ളാം, അവർക്കില്ലാത്ത ബിസിനസ്സും ഇല്ല, ഒന്നുമില്ല. മരുന്ന് വഴി മാറി വെക്കാത്തേ, വഴി മാറ് വണ്ടി കിടന്നു പോട്ടെ. റോഡിന് രണ്ട് സൈഡിലും വണ്ടി കൊണ്ട് കിട്ടിഞ്ഞ് പിന്നെ നമ്മങ്ങനെ പോകാൻ പറ്റുന്നത്. വഴിയിൽ നിന്നൊക്കെ മുമ്പ് മാറാനുള്ള തന്നെ. മഴയില്ലാത്തതുകൊണ്ട് എന്തായാലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, അടിപൊളി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബൊട്ടാനിക് ഗാർഡൻ അവിടെ എത്തി. ടീ ചോക്ലേറ്റ് സ്പൈസസ് സൂപ്പർ മാർക്കറ്റിനവിടെ. ഇവിടെ ഒരു 10 മിനിറ്റൊക്കെ വണ്ടി നിർത്തിയേക്കാണ് എല്ലാവർക്കും ഉള്ളിൽ പോയി കാണാനൊക്കെ ആയിട്ട്. നല്ല വ്യൂ അല്ലേ സൈഡൊക്കെ. മൂന്നാറുള്ള ചോക്ലേറ്റ് ഫാക്ടറിയാ സംഭവം. കൊള്ളാമല്ലേ, ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന എല്ലാം തന്നെ അടിപൊളിയാ. ചോക്ലേറ്റ് ഉണ്ടാകുന്നത് കുറേ ഉണ്ടല്ലോ സംഭവം. നോക്കാം, ചോക്ലേറ്റ് ഫാക്ടറി.
ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളുണ്ടല്ലോ. എന്താ അതിന്റെ പേര് പ്രൈസ് ഒന്നും എനിക്കറിയത്തില്ല. ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളുണ്ട്. ഇതെന്തോ സാധനം? ഇത് ഇത് ഗ്രാമ്പു മറ്റേ ഇതൊക്കെയാണ്. എന്തായിരുന്നു, ഗ്രാമ്പു, അതുപോലെ തന്നെ ഏലക്ക, അതൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇതല്ല, കുറെ ചോക്ലേറ്റുകളുണ്ട് ഇവിടെ. ചോക്ലേറ്റുകൾ ഇഷ്ടം പോലെ ചോക്ലേറ്റുകളാ. കേസ് അങ്ങനെ നമ്മൾ എക്കോ പോയിന്റിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഒരു 10 മിനിറ്റ് ടൈം. നമുക്കൊന്ന് പോയി നോക്കിയിട്ടില്ല എന്താ സംഭവം. ഇതിൽ ഇറങ്ങി പോണൊരു പണിയാണ്. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഉറക്ക കൂയി കഴിഞ്ഞാൽ തിരിച്ച് ശബ്ദം കേൾക്കും, അത്ര തന്നെ. പക്ഷെ അപ്പുറത്ത് മലനിര കാണാനല്ലോ, മഞ്ഞില്ലേ? ആരും കൂന്നൊന്നുമില്ലല്ലോ, ആരും കൂന്നില്ല. അപ്പുറത്തെ മല കാണാൻ മഞ്ഞുണ്ട്. മല നല്ല രസമുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷനായ ഡാമിലേക്ക് പോകാം. അടുത്തൊരു ഡാമുണ്ട്. നമുക്ക് ഡാമിൽ പോയിട്ട് ഇനി അടുത്ത നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. നല്ല വ്യൂ അല്ലേ, എന്നാ ഭംഗിയല്ലേ കാണാൻ. നല്ല ലോങ് സൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് സൂപ്പറായി. ഗേസ്, അങ്ങനെ നമ്മളിപ്പോൾ ഡാമിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഡാമിൻ്റെ അവിടെ വ്യൂ കാണാൻ വേണ്ടി എല്ലാവരും പോയിരിക്കുകയാണ്. ഇതിപ്പോൾ ഇത് നമ്മളെ ബേഗിൽ കാണുന്ന ഡാം. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. പക്ഷെ ഈ മഴയായിട്ടും ഇത്രയും മഴയായിട്ട് ഇത്ര വെള്ളമുള്ളൂ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യത്തിന് തന്നെയാണ്. ഇത്രയും മഴയായിട്ട് ഇത്ര വെള്ളമുള്ളോ? അതിനുള്ളിൽ ബോട്ട് ട്രക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. എത്ര എമൗണ്ടാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ടോപ്പ് സ്റ്റേഷൻ. ഗേസ്, അങ്ങനെ ഫൈനലി ടോപ്പ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി, അങ്ങോട്ട് നടന്നു പോയി. നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താ സംഭവം. നല്ല മഞ്ഞുകൂടി കിടക്കുവാണ്. അത്യാവശ്യം നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. പിന്നെ ഈ ട്രിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഡ്രൈവറോട് തന്നെ ചോദിച്ചറിയാം. ഈ ട്രിപ്പ് എങ്ങനെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു, എന്തൊക്കെ കാണാനുണ്ടെന്ന് ഡ്രൈവറോട് തന്നെ ചോദിച്ചറിയാം. ഈ ട്രിപ്പ് നമുക്ക് ശരിക്കും പറയാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നാറിൽ നിന്ന് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നല്ലേ? മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സാരാംശം ഒന്ന് പറഞ്ഞുതരാം. അതെങ്ങനെ തുടക്കം പരിപാടിയൊക്കെ? ഇത് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. KSRTC swift.com എന്നുള്ളതിലും അല്ലെങ്കിൽ എന്റെ KSRTC എന്നുള്ള ആപ്പിൽ കൂടി നമുക്ക് ഇത് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത് വരുവാണെങ്കിൽ സൗകര്യമായിരിക്കും. സീറ്റ് എല്ലാം കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ പിന്നെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ സീറ്റ് ബുക്ക് ചെയ്ത് വന്നില്ലെങ്കിൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. 8:45 കൂടി നമ്മൾ മൂന്നാർ വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ ബോട്ടാണിക്കൽ ഗാർഡൻ, മാട്ടുപ്പെട്ടി ഡാം, അപ്പൊ പിന്നെ എക്കോ പോയിന്റ്, കഴിഞ്ഞ് കുണ്ടള ഡാം, അതിനുശേഷം പിന്നെ വരുന്നത് ടോപ്പ് സ്റ്റേഷൻ. ഇത് ടോപ്പ് സ്റ്റേഷനിൽ ഒരു 12:30 എത്തും. ടോപ്പ് സ്റ്റേഷനിൽ ഒരു 12:30 കൂടി എത്തും. പോയി ഒരു മണിക്കൂർ ടോപ്പ് സ്റ്റേഷൻ പോയി കണ്ട് എല്ലാ സ്റ്റോപ്പിലും നിർത്തി 10 മിനിറ്റ് അരമണിക്കൂറൊക്കെ സമയം എല്ലായിടത്തും സ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത് നമ്മൾ. ടോപ്പ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഒരു മണിയോടുകൂടി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പാമ്പാടിഞ്ചോല നാഷണൽ പാർക്ക്, അതിനുശേഷം വട്ടവട ഉച്ചയ്ക്ക് ഒരു 1:30 ആകുമ്പോഴത്തേക്ക് 1:30-1:45 സമയത്ത് വട്ടവട ചെല്ലും. വട്ടവടയാണ് ശരിക്കും ഫൈനൽ പോയിന്റ്. വട്ടവടയാണ് നമ്മുടെ ബസ്സിന്റെ ലാസ്റ്റ് പോയിന്റ്. നമ്മുടെ വട്ടവടയാണ്. വട്ടവട ചെന്ന് അവിടുന്ന് ലഞ്ച് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടുന്ന് ജീപ്പ് ട്രക്കിംഗ് ഉണ്ട്, സഫാരി ഉണ്ട്. അതൊരു 2 മണിക്കൂർ സമയത്തേക്ക് ജീപ്പ് പോകുന്നുണ്ട്. അതായത് ഹിൽസിന്റെ മുകളിൽ കൂടെയൊക്കെയുള്ള ട്രക്കിംഗ് തന്നെയാണ്. സ്ട്രോബെറി ഫാം, വാട്ടർഫാൾസ്, വെജിറ്റബിൾ ഫാം. അതെ, എത്ര മണിക്കൂറുള്ള പ്രോഗ്രാം? 2 മണിക്കൂർ. ജീപ്പ് എടുത്ത 2 മണിക്കൂർ കൊണ്ട് എല്ലാം കറങ്ങി പോയി തിരിച്ച് എല്ലാം കണ്ട് എല്ലാ സ്റ്റോപ്പിലും അവിടെ എല്ലായിടത്തും നിർത്തി എല്ലാം കണ്ട് നമുക്ക് പോരാം. തിരിച്ചെത്തും എല്ലാം ഉണ്ട് അവിടെ. ഷൂട്ടിംഗ് പോയിന്റ് ഉണ്ട്. അതിനുശേഷം നമ്മൾ 4 മണി 4:30 കൂടി തിരിച്ച് വട്ടവടയിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ നേരെ മൂന്നാർ 6:30 ആകുമ്പോൾ നമുക്ക് അവിടെ എത്താം. KSRTC ബസ് സ്റ്റാൻഡിൽ എത്താം. തിരക്കില്ലെങ്കിൽ വല്ല ബ്ലോക്കൊക്കെ ഉള്ള സമയമാണെങ്കിൽ കൂടും. ഓക്കെ, ശരി. അതാണ് നമ്മുടെ ഒരു ചുരുക്കത്തിലുള്ള ഒരു യാത്ര. ശരി. നമുക്ക് ഇനി ടോപ്പ് സ്റ്റേഷൻ അവിടെ പോയി നോക്കാം. ഡ്രൈവർ പറഞ്ഞത് എന്താ വെച്ചാൽ അവിടെ അടിപൊളി കാണാൻ നല്ല ഭംഗിയുണ്ട്, മറ്റേ മിസ്റ്റ് ഉണ്ട്, നല്ല വ്യൂ ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ എന്താണെന്ന് പോയി നോക്കാം നേരിട്ട്. ഫൈനലി എത്തി, വ്യൂ പോയിന്റ് എത്തി. നടന്ന് ഊപ്പാടിളകി ഫൈനലി വ്യൂ പോയിന്റ് എത്തി. കോമഡി എന്താ വെച്ചാൽ വ്യൂ പോയിന്റ് കയറണം 20 രൂപ കൊടുക്കണം. എന്താ അല്ലേ, വ്യൂ പോയിന്റ് കിടക്കാൻ 20 രൂപ കൊടുക്കണം. ഇത് എനിക്ക് തമിഴ്നാട് പോലീസാണ് അപ്പം വ്യൂ പോയിന്റിൽ നിൽക്കുന്നത്. തമിഴ്നാട്ടിലെ കീഴിലായിരിക്കും. എന്തായാലും കാണാൻ ഭംഗിയുണ്ട്. മേളിൽ പോയി നോക്കാം. ഈ സ്റ്റെപ്പ് ഒരു മേളിട്ട് പോകണം. ഇതാണ് വ്യൂ പോയിന്റ്. കാണാൻ ഭംഗിയുണ്ട്. നമ്മൾ വന്ന വഴിക്ക് ഇതേപോലെയൊക്കെ ഉണ്ടായിരുന്നു. ഈ സൈഡിലൂടെ പോയി നോക്കാം. ഇപ്പുറ സൈഡ് നോക്കട്ടെ. അവിടെ ഇങ്ങനൊക്കെ തന്നെ.
എന്താ പറയാ, ഇതൊക്കെ തന്നെ വ്യൂ പോയിന്റ്. ഓ, ഇത് താഴെ തമിഴ്നാടാ വന്നത്. താഴെ ഭാഗം തമിഴ്നാടായിട്ട് വരുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കേരളത്തിൻ്റെ പച്ചക്കറി തലസ്ഥാനം എന്ന് പറയപ്പെടുന്ന വട്ടവടയാണ്. വട്ടവടയിലാണെങ്കിൽ നല്ല പെരും മഴയും ഇടിവെട്ടിയുള്ള മഴയാണ്. ഈ വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ഒരു ഭംഗി. മഞ്ഞ് വന്ന് മൂടി എന്നാ ഭംഗിയല്ലേ. ഇടിവെട്ട് മഴയാണ്. എന്തായാലും വട്ടവടയിലേക്ക് ഏവർക്കും സ്വാഗതം. പെട്ടു. ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു. ഭയങ്കര മഴയും ഇടിയും. ഈ മലയ്ക്ക് ചുറ്റിനുമായിട്ടൊരു ഓഫ് റോഡ് ജീപ്പ് ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജീപ്പ് ട്രക്കിന് പോകാം. ഈ മഴയത്തൊരു ജീപ്പ് ട്രക്കിങ് പൊളി സംഭവം തന്നെ. ആക്ച്വലി ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ജീപ്പ് ഡ്രൈവിങ്ങിലാണ്. ജീപ്പിന്റെ ഓഫ് റോഡ് പോകുന്ന പരിപാടി. ഒന്നൊന്നര ജീപ്പ് ഓഫ് റോഡ് തന്നെ. എല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. നല്ല മഴയും കൂടി ആയതുകൊണ്ട് റോഡ് മുഴുവൻ കട്ടറും നല്ല മഴയും. നമുക്ക് ജീപ്പ് ഓഫ് റോഡ് ഒന്ന് എല്ലാവരും കണ്ടു നോക്കൂ. ഒരു രക്ഷയില്ല. അത് നമ്മൾ വീഡിയോ കാണുന്നേക്കാളും ശരിക്കും പറയാം എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ വീഡിയോ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട്. ഒരു ഒന്നൊന്നര ജീപ്പ് ഓഫ് റോഡ് തന്നെയാണ്. ഇപ്പം ഇന്നത്തെ ട്രിപ്പ് ഇതോടെ കഴിയാണ്. ഇനി നേരെ നമ്മൾ ബസ്സിന് അങ്ങോട്ട് പോകുന്നു. അവിടെ നേരെ മൂന്നാർ ബസ് സ്റ്റാൻഡിൽ പോകുന്നു. മൂന്നാർ ബസ് സ്റ്റാൻഡിൽ ഏതാണ്ട് നമ്മൾ 6:30-7 മണി എത്തുന്നു. അവിടെ നിന്ന് 8 മണിക്കാണ് സൂപ്പർ ഡീലക്സ് എറണാകുളത്തേക്ക്. അതിന് കയറിയിട്ട് നമ്മൾ എറണാകുളത്ത് ഒരു 10 എത്തും. ഗേസ്, അങ്ങനെ ഫൈനലി നമ്മൾ എറണാകുളം എത്തിയിരിക്കുകയാണ്. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.